ജൂൺ 20 പ്രീ മാർക്കറ്റ് അനാലിസിസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഔട്ട്ലുക്കിൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂൺ 19 നിഫ്റ്റി ക്ലോസ് ചെയ്തത് 24,793 ഒരു പോയിന്റിലെത്തിപ്പോൾ വളരെ ഡ്രോപ്പായിട്ട് പിന്നെ അവിടെ നിന്ന് റിക്കവറായി 18 പോയിൻറ്റിൻ്റെ ഡ്രോപ്പിൽ, അതായത് 0.08% ആണ്. നിഫ്റ്റി 50യുടെ ഡ്രോപ്പ് നോക്കുന്ന സമയത്ത് ഇന്ന് മാർക്കറ്റിൽ കാര്യമായ മാർക്കറ്റ് കറക്ഷൻ ഇല്ല എന്ന് പറയാം. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും പോർട്ട്ഫോളിയോയിൽ ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നവരുടെയും മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നവരുടെ എല്ലാവരുടെയും പോർട്ട്ഫോളിയോയിൽ ഇന്ന് വളരെ വലിയൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റി 50 നോക്കുമ്പോൾ വളരെ വലിയൊരു ഡിപ്പ് വന്നിട്ടില്ല. പ്രധാനപ്പെട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സും അതേപോലെ മിഡ് ക്യാപ്പ് 150 ഇൻഡെക്സും സ്മാൾ ക്യാപ്പ് 250 ഇൻഡെക്സും അതേപോലെ തന്നെയാണ് മൈക്രോ ക്യാപ്പ് ഇൻഡെക്സും. നിഫ്റ്റി 50 ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇൻഡെക്സുകളും, അതായത് ജൂനിയർ നെക്സ്റ്റ് 50 ഉൾപ്പെടെയുള്ള എല്ലാ ഇൻഡെക്സുകളിലും വൻതോതിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് ഒരു 2% ഇന്ന് കറക്ഷൻ രേഖപ്പെടുത്തിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് ഒരു 1.6 1.7 അത് വന്നു. പക്ഷേ ഓവറോൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റി 50 എന്ന് പറയുന്ന ബേസ് ഇൻഡെക്സ് ഒഴികെയുള്ള മറ്റെല്ലാ ഇൻഡെക്സുകളിലും ഇന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. മിഡ് ക്യാപ്പും സ്മാൾ ക്യാപ്പ് സ്പേസും നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ടോട്ടലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 5 തൊട്ട് 6% കറക്ഷൻ ടോട്ടലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ബുൾ റണ്ണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സ്മാൾ ക്യാപ്പും മിഡ് ക്യാപ്പ് മൈക്രോ ക്യാപ്പ് സെഗ്മെൻറ്റിൽ ഉണ്ടായിരുന്നു. ആ ഒരു ബുൾ റണ്ണ് ഇന്നത്തെ ഈ ഡിപ്പോട് കൂടിയിട്ട് ഒരു 5-6% മേലെന്ന് ഡിപ്പ് ചെയ്തിട്ട് സ്മാൾ ക്യാപ്പും മിഡ് ക്യാപ്പ് സ്പേസും വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരുടെ പോർട്ട്ഫോളിയോയിലും കാര്യമായ, ഇന്നിപ്പോൾ മ്യൂച്വൽ ഫണ്ട് എല്ലാം എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും, കാര്യമായ രീതിയിലുള്ള ഒരു ഡിപ്പ് വന്നിട്ടുണ്ടായിരിക്കും. കാരണം നിങ്ങളുടെ കൂടുതൽ അലോക്കേഷന് സ്മാൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് അതേപോലെ മൈക്രോ ക്യാപ്പ് സെഗ്മെൻറ്റുകളിലോട്ടാണെങ്കിൽ കൂടുതലായിരിക്കും. എസ്പെഷ്യലി ഇന്ന് കുറച്ചെങ്കിലും പിടിച്ചിരുന്നത് ഓട്ടോ സെക്ടറായിരുന്നു. മറ്റ് സെക്ടേഴ്സുകളെല്ലാം തന്നെ, ഇപ്പോൾ ഡിഫൻസ് സെക്ടറാണെങ്കിലും റെയിൽവേ ഇൻഡെക്സ് സെക്ടറാണെങ്കിലും എല്ലാം ഇന്ന് നല്ല രീതിയിലുള്ള ഒരു ഫാൾ ഉണ്ടായിരുന്നു. റെയിൽവേ ഇൻഡെക്സ് സ്പേസിൽ നല്ല രീതിയിലുള്ള ഒരു 2% മേലുള്ള ഡിപ്പും ഇന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ജൂൺ 19 ഞാൻ ഈ പറഞ്ഞ കേസ്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ജൂൺ 19 രാത്രിയാണ് വീഡിയോ റെക്കോർഡ് ചെയ്തത്. നിങ്ങൾ കാണുന്നത് ജൂൺ 20 രാവിലെയാണ്. അതുകൊണ്ടാണ് ഈ ജൂൺ 19 സിറ്റുവേഷൻ പറഞ്ഞത്. ഇനി 20 വരുമ്പോൾ, ജൂൺ 20 വരുമ്പോൾ ഇപ്പോൾ നാസ്ഡാക്ക് എല്ലാം ചെറിയൊരു സ്ലൈറ്റ്ലി പോസിറ്റീവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് US മാർക്കറ്റ്. പക്ഷേ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഈ ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ ആണ്. പിന്നെ മാർക്കറ്റിൽ ഇന്ന് വന്നിട്ട് ഡിപ്പിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല കാരണങ്ങളും പറയും. എന്നാലും ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റ് കട്ട് ഓൾറെഡി മാർക്കറ്റ് ഡിസ്കൗണ്ടഡായിരുന്നു. പക്ഷേ അത് ഒരു US ഫെഡിൻ്റെ റേറ്റ് കട്ട് വന്നിരുന്നെങ്കിൽ അത് മാർക്കറ്റ് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് എടുക്കുമായിരുന്നു. അപ്പം അത് മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ന്യൂസ് അല്ലാതെ വന്നുകൊണ്ടാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും മുന്നിലുള്ള എല്ലാ മാർക്കറ്റ് വ്യൂവിലും വീക്ക്ലി മാർക്കറ്റ് ഔട്ട്ലുക്കിലും പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ടൈം കറക്ഷൻ ഫേസിലാണ്. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ്, എസ്പെഷ്യലി SIP ചെയ്യുന്നവരെല്ലാം വളരെ ക്ഷമയോടുകൂടി SIP അതേപോലെ കണ്ടിന്യൂ ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങളുടെ SIPs നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം ഈ സമയത്ത് വാങ്ങിക്കുന്ന യൂണിറ്റ് എല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം മാറി മാർക്കറ്റ് വളരെ വലിയൊരു മൊമെൻറ്റം ബേസ്ഡ്, അതായത് മുന്നോട്ടുള്ളൊരു യാത്ര തുടങ്ങും. ആ സമയത്താണ്, ഈ സമയത്ത് നമ്മൾ കാത്തിരുന്നതിനുള്ള ബലം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ പറയാറില്ല, ഒരു സിംഹം ഒരു ഇരയെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇര വരുന്നത് വരെ സിംഹം ക്ഷമയോടുകൂടി കാത്തിരിക്കും. എപ്പോഴാണോ ആ ഇര വരുന്നത് ആ സമയത്ത് തന്നെ പിടിക്കും. അതേപോലെ തന്നെയാണ് നമുക്ക് ആ ഇരനെ പിടിക്കണം. അതുകൊണ്ട് ഈ സമയത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണോ നിങ്ങൾ SIP ചെയ്യുന്നത്, അത് ഇൻവെസ്റ്റ്മെൻറ്റ് തുടർന്നു കൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് ഇത്തിരി കൂട്ടി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത് കൂട്ടി ചെയ്യുക. ഇനി അതല്ല, സാധിക്കില്ല അല്ലാത്തവർ ആ SIPs തുടർന്ന് നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പോർട്ട്ഫോളിയോ റീബാലൻസിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എസ്പെഷ്യലി SIP ചെയ്യുന്നവരെല്ലാവരും പോർട്ട്ഫോളിയോ റീബാലൻസിൻ്റെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻസ് അതിനകത്ത് നിന്ന് കിട്ടും. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ജൂൺ 19 FIS DIS ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ 934 കോടിക്ക് FIS വാങ്ങുകയും
DIS 605 കോടിക്കുള്ള ഒരു ബൈങ് നടത്തുകയും ചെയ്തു. വളരെ വലിയൊരു ബൈങ് അവിടെ നടന്നിട്ടില്ല എന്നുള്ളതും ഇന്ന് ക്ലിയറാണ്. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 30 പോയിൻ്റ് ഡൗണിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്, 0.12%. അതായത് നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴോട്ടോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ആ ലെവലിലോ ആയിരിക്കും നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഫ്രൈഡേ ആണ് മിക്കവാറും ഈ ട്രേഡിംഗ് ചെയ്യുന്ന സുഹൃത്തുക്കളെല്ലാം തന്നെ പൊസിഷൻസ് വീക്കെൻഡിൽ സാധാരണ ക്യാരി ഓവർ ചെയ്യാനില്ല. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് ഒന്ന് കാര്യമായിട്ട് അനലൈസ് ചെയ്യുക, ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ്. സോ നാളെ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൽ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്കറ്റിൽ നമുക്കൊരു ചെറിയൊരു ഡൗൺ ട്രെൻഡ് പോലെയാണ്. പക്ഷേ ഇന്നത്തെ ഡൗൺ ട്രെൻഡ് കാര്യമായിട്ട് നമ്മളെ പോർട്ട്ഫോളിയോനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും പാനിക് ആവേണ്ട. ജസ്റ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം തന്നെ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഈ ടൈമും കടന്നു പോകും, പോയിട്ട് നല്ലൊരു സിറ്റുവേഷൻസിലോട്ട് വരും. സോ ലെറ്റ്സ് കണ്ടിന്യൂ യുവർ SIP വിത്ത് മോർ എനർജി. ഓക്കെ, മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം തന്നെ നല്ലൊരു പൊസിഷൻസ്, ക്യാഷ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ വരുന്ന ഓരോ ഡിപ്പിലും അവരത് പ്രോപ്പറായിട്ട് ഡിപ്ലോയ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റ് വലിയൊരു ഫാളിലോട്ടോ വലിയൊരു കറക്ഷനിലോട്ടോ പോകില്ല. ഇൻ കേസ് പോയാൽ തന്നെ അത് വളരെ വലിയൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. നോക്കാം നാളെ മാർക്കറ്റിൽ എങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് ഈ വീക്കിലെ അവസാനത്തെ ട്രേഡിംഗ് ഡേയിൽ എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്.